കൊച്ചുകുട്ടികളുടെ പേരൻസ് ധാരാളം പേര് കൊച്ചുകുട്ടികളുടെ പഠനം, അവരുടെ സ്കൂളിങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് പറയണമെന്ന് ധാരാളം പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും അത് അങ്ങനെ ഒരു വീഡിയോയ്ക്കുള്ളൊരു സ്പേസ് കിട്ടിയില്ല. ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. കൊച്ചുകുട്ടികൾ, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകാൻ പ്രായമായ കുഞ്ഞുങ്ങൾ, ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ പേരൻസിന് വേണ്ട ഒരു ഗൈഡൻസാണ് ഇതിലൂടെ തരാൻ ആഗ്രഹിക്കുന്നത്. കഴിയുന്നത്ര മാക്സിമം യങ് പേരൻസിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൊച്ചുകുട്ടികളുടെ പേരൻസ് ധാരാളം ചോദ്യങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ചോദിക്കാറുണ്ട്. ഈ അടുത്തിടെയായിട്ടുള്ള പാരൻറ്റിങ് വീഡിയോസൊക്കെ കാണുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ പേരൻസിന് അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ പലരും പറയുന്നതുകൊണ്ട് ആണ് ഈ ഒരു ടോപ്പിക്ക് ഇന്ന് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടുള്ള അവരുടെ ഒരു യങ് ഏജിൽ അവരുടെ ഒരു സ്കൂളിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് അവരുടെ ലൈഫിൽ ഇടപെടേണ്ടത് എന്നുള്ളത് പേരൻസിനൊരു ഗൈഡൻസ് കൊടുക്കാനാണ് ഈ ഒരു ശ്രമം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു കുട്ടി, രണ്ട് കുട്ടിയൊക്കെ ഇന്നത്തെ കാലത്തുള്ളൂ. പ്രത്യേകിച്ച് ഒരുപാട് വീടുകളിൽ ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പോൾ ഈ ആദ്യത്തെ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് വൈകാരികമായി അറ്റാച്ച്ഡ് ആയിരിക്കും. പലപ്പോഴും നമുക്ക് കുട്ടികളെ വളർത്താനൊന്നും വലിയ ഐഡിയ ഒന്നും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവർ പാമ്പർ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നമ്മൾ ഒരുപാടങ്ങ് പാമ്പർ ചെയ്യും. കുട്ടിയെ നിലത്ത് വയ്ക്കാതിരിക്കുക, എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുക, എപ്പോഴും ഇങ്ങനെ കൊഞ്ചിക്കുക, എപ്പോഴും എല്ലാം അങ്ങ് ചെയ്തു കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സ്പൂൺ ഫെഡഡ് ചൈൽഡ് എൻഡ്സ് അപ്പ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്പൂൺ എന്ന് പറയും. പലപ്പോഴും നമ്മൾ ഈ സ്പൂൺ ഫീഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കഴിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ചെറിയ ഏജ് മുതൽ തന്നെ അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുകയും, അതത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും ഇപ്പോൾ കഴിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് കഴിക്കട്ടെ, കുറേയൊക്കെ അവിടെ ഇവിടെയും വീഴുകയൊക്കെ ചെയ്യുമെങ്കിൽ അവരെ അങ്ങനെ കഴിക്കാനൊക്കെ പ്രേരിപ്പിക്കുക. അതുപോലെ തന്നെ അവർ സ്വന്തമായിട്ട് കൈ കഴുകാനും, അതുപോലെ സ്വന്തമായിട്ട് ഒന്ന് വൃത്തിയാക്കാനും, സ്വന്തമായിട്ട് ഡ്രസ്സ് ചെയ്യാനും ഒക്കെ അവരെ പഠിപ്പിക്കുക. അപ്പോൾ സ്വന്തമായിട്ട് പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനായിട്ട് കഴിയും. അവർക്ക് കഴിവില്ല എന്ന് വിചാരിച്ച് നമ്മളെല്ലാം കൂടെ അങ്ങ് ചെയ്തു കൊടുത്താൽ അവർക്ക് ഒരിക്കലും കഴിവുകളുണ്ടാവില്ല. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി പോകാനും, അതുപോലെ തന്നെ ഓടിച്ചാടി കളിക്കാനും ഒക്കെ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. അവരെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെ ഉണ്ടാവണം. അങ്ങനെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്ത്, ഓവർ പാമ്പർ ചെയ്ത് അവർക്ക് ഉണ്ടാകാനുള്ള ഡെവലപ്മെൻറ്റുകളെ നമ്മൾ ഇല്ലാതാക്കി കളയരുത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ അമിതമായ സ്ക്രീൻ ടൈം ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ കൂടുതലാണ്. ചെറിയ പ്രായത്തിൽ ഈ ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റുകളൊക്കെ എടുത്ത് ഒരു കളിപ്പാട്ടം പോലെ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികളെ ശാന്തരാക്കി ഇരുത്താനും അവരെ എൻഗേജ് ചെയ്തിരുത്താനുമായിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമായിട്ട് നമ്മൾ പലപ്പോഴും ഈ ഗാഡ്ജറ്റുകൾ അവരുടെ കയ്യിൽ കൊടുക്കുന്നത് വളരെ ദോഷകരമായ കാര്യമാണ്. കാരണം ഈ ഗാഡ്ജറ്റുകളുമായിട്ട് വളരെ യങ് ഏജിൽ കുട്ടികൾ അഫിലിയേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അത്തരം കുട്ടികൾക്ക് മറ്റ് സ്കില്ലുകൾ, പ്രത്യേകിച്ച് ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള കഴിവ്, പ്രകൃതിയുമായിട്ട് ഇടപെടാനുള്ള കഴിവ്, അതുപോലെ തന്നെ സാഹചര്യങ്ങളുമായിട്ട് ഇടപെടാനുള്ള കഴിവുകളൊക്കെ കുറയും. കണ്ണിന് പ്രശ്നങ്ങൾ വരുന്നു, കഴുത്തിന് പ്രശ്നം വരുന്നു, നട്ടലിന് പ്രശ്നം വരുന്നു, ബുദ്ധി വളർച്ചയ്ക്ക് തടസ്സം വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിച്ച് ആണെന്നും പറഞ്ഞ് വലിയ വലിയ ഗാഡ്ജറ്റുകളൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്താൽ കുട്ടി ബോറായി പോകും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. പല രാജ്യങ്ങളും ഇപ്പോൾ ഒരു 10 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളിൽ ഇത്തരം ഡെൻസിറ്റി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് രാജ്യത്തെപ്പറ്റി വലിയ കാഴ്ചപ്പാടുള്ള രാജ്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. അപ്പം കൂടുതൽ കുട്ടികൾക്ക് വേണ്ടത് ഫിസിക്കലായിട്ടുള്ള കളികൾ, ഫിസിക്കലായിട്ടുള്ള മനുഷ്യരുമായിട്ടുള്ള ഇടപെടലുകൾ, നല്ല റിലേഷൻഷിപ്പുകൾ, അതൊക്കെയാണ് ആവശ്യം. കുട്ടിയായിട്ട് സമയം ചെലവഴിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഈ ഗാഡ്ജറ്റ് അധികം കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. അതുപോലെ ഒരു വലിയ പ്രശ്നമാണ് ഈ കുട്ടികളെ സ്കൂളിലോട്ട് അങ്ങോട്ട് വിട്ടാൽ ഉടനെ തന്നെ LKG മുതലേ അവരെ ഫസ്റ്റ് ആക്കുക, അവർക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോൾ ഒരു ടീച്ചർ പറയുന്നുണ്ട്, 1 മാർക്കും 2 മാർക്കും ഒക്കെ കുറഞ്ഞതിന് ഞാൻ ഒപ്പിടത്തില്ല പ്രോഗ്രസ് റിപ്പോർട്ടിൽ എന്നൊക്കെ പറയുന്ന 1ാം ക്ലാസ്സുകാരിയുടെ പേരൻറ്റും UKGയുടെ പേരൻറ്റും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ പേരൻറ്റിന് നല്ല ചികിത്സ ആവശ്യമാണ്. അതൊക്കെ വലിയ ദാരിദ്ര്യമാണ്. കാരണം കുട്ടികൾ പതുക്കെ പഠിച്ചും ഒക്കെ വളർന്നു വരട്ടെ. എല്ലാ കുട്ടികളും ചെറിയ പ്രായത്തിലേ അങ്ങ് പഠിക്കാനൊക്കെ വലിയ ആവേശമൊന്നും കാണിക്കത്തില്ല. അങ്ങനെ ആവേശം കാണിക്കുന്നവർ മിടുക്കരാണെന്ന് അർത്ഥവുമില്ല.
അപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ കുട്ടികൾ സ്ലോ ആയിട്ട് ലേൺ ചെയ്ത് അവരുടെ ഒരു പേസിനനുസരിച്ച് ലേണിംഗ് ഒക്കെ നടത്തി കിൻഡിൽ ദ ജോയ് ഓഫ് ലേണിംഗ് എന്ന് പറയും. നമ്മൾ കുട്ടികളിൽ ആ പഠിക്കാനുള്ളൊരു താല്പര്യവും എന്തൂസിയാസവും സ്പിരിറ്റും ഒക്കെ ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ചെറിയ പ്രായത്തിലെ അവരെ പഠിപ്പിച്ച് മുരടിപ്പിച്ച് കളയരുത്. അതുകൊണ്ട് പിന്നെ പഠിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞ് ഫുൾ ടൈം ഇരുത്തി അങ്ങ് പഠിപ്പിക്കുകയും ചെയ്യരുത്. കാരണം പഠിക്കാനുള്ള ഒരു മെഷീനൊന്നും അല്ല കുട്ടി. ആ കുട്ടി കളിക്കണം, കുട്ടി അമ്മൂമ്മയുടെ അടുത്ത് പോയി വർത്തമാനം പറയണം, കുട്ടി അടുത്ത വീട്ടിലൊക്കെ പോകണം, കുട്ടി പിന്നെ നടക്കാൻ പോകണം, കളിക്കാൻ പോകണം, എല്ലാം ചെയ്യണം. കുട്ടികൾക്ക് എല്ലാ ആക്ടിവിറ്റീസും വേണം. അപ്പോൾ ചെറിയ പ്രായം മുതലേ സമഗ്രമായി വളർത്തിക്കൊണ്ട് വന്നാൽ ഒരു ഹാപ്പി ചൈൽഡ്ഹുഡ് അതിന് കിട്ടും. ആ ഹാപ്പി ചൈൽഡ്ഹുഡാണ് അടുത്ത സ്റ്റേജുകളുടെ എല്ലാം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹാപ്പി ചൈൽഡാണ് ഒരു ഫൗണ്ടേഷൻ. ഹാപ്പി ചൈൽഡ് എന്ന് പറയുമ്പോൾ ഒരു നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യപ്പെട്ട ഒരു ചൈൽഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അമിതമായ പ്രഷറൊന്നും പഠിക്കാനായിട്ട് കൊടുക്കണ്ട. ഈ ചെറിയ ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് വാങ്ങിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു ഗുണവും കുട്ടികൾക്ക് ഉണ്ടാവില്ല. കാരണം അങ്ങനെ അമിതമായി കുട്ടികളെ പുസ്തകത്തിനകത്ത് ഇത് ചെയ്യുന്നതൊക്കെ വളരെ തെറ്റാണ്. അതുപോലെ ഈ ചെറിയ കുട്ടികൾക്ക് ഈ ട്യൂഷനും മറ്റുമൊക്കെ കൊടുക്കുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. പേരൻസിന് സമയമില്ലാത്തതിന് ഏതെങ്കിലും ഒരു വീട്ടിൽ ട്യൂഷൻ എന്ന പേരിൽ വിടുന്ന കാര്യത്തിൽ കുഴപ്പമില്ല. പക്ഷെ അവിടെയും കുട്ടികളെ പ്രഷർ ചെയ്യാതെ, ഇപ്പോൾ ചില വീടുകളൊക്കെ ഉണ്ട്, ഒരു പോസ്റ്റ് സ്കൂൾ കെയർ ഒക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. അവരവിടെ പോകുന്നു, സ്നാക്സൊക്കെ കഴിക്കുന്നു, കളിക്കുന്നു, ഹോംവർക്കൊക്കെ ഇരുന്ന് ചെയ്യുന്നു, കുഴപ്പമില്ല. പേരൻസിൻ്റെ ഇന്നത്തെ ലിമിറ്റേഷൻസൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അവിടെയെല്ലാം ഭയങ്കര ഒരു ലേണിങ്ങിനുള്ള പ്രഷറും സ്കൂളിനേക്കാളും വലിയ പ്രഷറും ഒക്കെ കാണിക്കുക. ചിലരുടെ വലിയ കഴിവൊക്കെ കാണിച്ച് കുട്ടികളെ അങ്ങ് പഠിപ്പിച്ച് ഏതാണ്ടൊക്കെ ആക്കിക്കളയാന്നൊക്കെ വിചാരിക്കുന്നത് വലിയ കുഴപ്പം ചെയ്യും, ഒരു സംശയമില്ല. അതുപോലെ അമിതമായ വാശികൾ ഒരിക്കലും സാധിച്ചു കൊടുക്കരുത്. അമിത വാശി എന്ന് പറയുന്നത് കുട്ടിയിലെ ഒരു അബ്നോർമാലിറ്റിയാണ്. അപ്പോൾ അത് കുട്ടിയിലുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക. അമിതവാശി കാണിക്കുമ്പോൾ കുട്ടികളെ ഡൈവേർട്ട് ചെയ്യുക. ഞാൻ ഇതിനു മുമ്പ് അമിതവാശിയെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. അമിതവാശി കുട്ടികൾക്കുണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുക. അവർക്ക് എന്താണ് പ്രശ്നം, അവരുടെ അസ്വസ്ഥത എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അമിത നിർബന്ധങ്ങൾ സാധിച്ചു കൊടുക്കുക. അതുപോലെ പിന്നെ ആഹാരം കഴിപ്പിക്കാനായിട്ട് ടി വിയുടെ മുമ്പിൽ കൊണ്ടിരുത്തി കൊടുക്കുക, ആഹാരം കഴിപ്പിക്കാനായിട്ട് ഫോൺ കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളുടെ വാശികളും നിർബന്ധങ്ങളും ഒക്കെ സാധിച്ചു കൊടുത്ത് വളർത്തുമ്പോൾ ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ മേളോട്ട് വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ വലിയ ഡിഫിക്കൽറ്റി ആയിരിക്കും. ചെറിയ പ്രായത്തിലെ വാശികളൊക്കെ സാധിച്ചു കൊടുക്കാൻ എളുപ്പമാണെങ്കിലും വളർന്ന് മേളോട്ട് വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഇമോഷണൽ ഇഷ്യൂ ആയിട്ടോ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ടോ ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പൊട്ടൻഷ്യലായിരിക്കും ഈ കൊച്ചു കാലത്ത് കാണിക്കുന്ന വാശി. അമിതമായ വാശികളൊന്നും സാധിച്ചു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. അതുപോലെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഈ പ്രോസസ്ഡ് ഫുഡ്, ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന അമിതമായി ബിസ്ക്കറ്റ് അതുപോലുള്ള പ്രോസസ്ഡ് ഫുഡുകൾ, ഈ ലേസ് പോലൊക്കെയുള്ള ഫുഡുകളൊക്കെ അമിതമായി വാങ്ങിച്ചു കൊടുക്കുന്ന കാരണം കുട്ടികളുടെ ആരോഗ്യത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ പ്രോസസ്ഡ് ഫുഡൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ അതിനകത്ത് പ്രിസർവേറ്റീവ്സ്, കളറ്, അമിതമായ ഷുഗർ, കുട്ടികളൊക്കെ ഒരു ദിവസം എന്തും വേണ്ടി ഷുഗറാണ് അകത്ത് ചെല്ലുന്നത്, അമിതമായ സോൾട്ട്, ഇതൊക്കെ കുട്ടികളുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനും മെൻ്റൽ ഡെവലപ്മെൻറ്റിനും ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിനും ഒക്കെ തടസ്സം സൃഷ്ടിക്കുന്നതായിട്ട് പല പഠനങ്ങളും കാണിക്കുന്നു. ഡയറ്റീഷ്യൻസൊക്കെ അത്തരത്തിലുള്ള വലിയ വലിയ ടോക്കുകളൊക്കെ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ നമുക്ക് കൊടുക്കാവുന്ന കാര്യങ്ങൾ, ഞാനിപ്പോൾ കൊടുക്കരുതാത്ത കാര്യങ്ങളൊക്കെയാണ് പലതും പറഞ്ഞെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾക്ക് വേണ്ടത് ക്വാളിറ്റി ടൈമാണ്. അത് പേരൻസ് കണ്ടെത്തിയേ പറ്റുള്ളൂ. കുട്ടികളെ വളർത്തുമ്പോൾ കുട്ടികൾക്ക് ക്വാളിറ്റി ടൈം ചെറിയ പ്രായത്തിൽ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ വലിയ നഷ്ടം നിങ്ങൾക്ക് നാളെ ഉണ്ടാകും. അതുകൊണ്ട് കൂടുതൽ സമയം ജോലിയൊക്കെ ചെയ്ത് സ്മാർട്ടായി കരിയറിൽ കയ്യടി വാങ്ങിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഒരു ഫ്യൂച്ചർ വളരെ പരിതാപകരമായിരിക്കും. അതുകൊണ്ട് കുട്ടികളുടെ ചെറിയ പ്രായത്തിൽ ഏതെങ്കിലും ഒരു പേരൻറ്റ്, ഈ വിദേശ രാജ്യത്തൊക്കെ ഫ്ലെക്സ് ടൈം എന്നൊക്കെ പറയും, ഒരാൾ ഇച്ചിരി ലേറ്റായിട്ട് പിന്നെ ഓഫീസിലേക്ക് പോകുന്നു, ഒരാൾ നേരത്തെ ഓഫീസിൽ നിന്ന് വരുന്നു. അപ്പോൾ മോറോർലെസ് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയം, കുട്ടികളെ വിടുന്ന സമയമൊക്കെ പേരൻറ്റിൻ്റെ ഒരു സാന്നിധ്യം വീട്ടിലുണ്ട്. അതൊരു ക്വാളിറ്റി പാരൻറ്റിങ്, ഒരു ക്വാളിറ്റി ഫാമിലിയൊക്കെ സൃഷ്ടിക്കുന്നതിൽ വളരെ പ്രധാനമാണ്. ഇവിടെ നമ്മൾ അങ്ങനെയൊക്കെയുള്ള
പല അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ഇപ്പം കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് വലിയ ജോലികളൊക്കെ ഒന്ന് കുറച്ച് ഒരു പാർട്ട് ടൈം ജോലിയോ അല്ലെങ്കിൽ വീട്ടിലിരുന്നുള്ള ജോലിയോ ഒക്കെ ചെയ്യുന്ന പല പേരൻസും ഉണ്ട്. അതൊരു പിന്നെ നല്ല കാര്യമാണ്, ബുദ്ധിപരമായ ഒരു നീക്കമാണ്. എല്ലാവരും കൂടെ അങ്ങ് ജോലിക്ക് പോയിട്ട് കുട്ടികളെ ആരെങ്കിലും ഏൽപ്പിക്കുക എന്നൊക്കെ പറയാം. അതുപോലെ ഈ ഗ്രാൻഡ് പേരൻസിനെ ഏൽപ്പിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അത്ര ബുദ്ധിപരമായ ഒരു കാര്യമല്ല. കാരണം ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഫിസിക്കലി ടയേർഡാണ്, മെൻ്റലി ഇമോഷണലി ഒക്കെ അവർ ടയേർഡായിരിക്കും. അവർക്ക് പല അസുഖങ്ങളും കാണും, അസ്വസ്ഥതകൾ കാണും. അതിനിടയിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ക്വാളിറ്റി ടൈമൊന്നും അവർക്ക് കൊടുക്കാൻ സാധിച്ചൊന്നും വരില്ല. അപ്പോൾ അതിൻ്റെ കുറവുകളൊക്കെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. അതുപോലെ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഒരു 1-2 മണിക്കൂർ ഓടിച്ചാടി കളിക്കാനുള്ള ഒരു സാഹചര്യം, സമപ്രായക്കാരുമായിട്ടുള്ള കുട്ടികളുമായിട്ട് കളിക്കാനുള്ള അവസരം, ഇതൊക്കെ നമ്മൾ ഇൻറ്റൻഷനലായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ എല്ലാ ദിവസവും പറ്റുന്നില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അവർ ഓടിച്ചാടി കളിക്കണം, വീഴണം, മുറിയണം, ഓടിയണം, ഒക്കെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇച്ചിരി മുറിയുകയും ഓടിയുകയും ചതയുകയും ഒക്കെ ചെയ്താണ് കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നത്. അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് നാളെ മിടുക്കരായി തീരുന്നത്. അല്ല, കുട്ടികളെ കളിക്കാനൊന്നും വിടത്തില്ല, മറ്റു കുട്ടികളുമായിട്ട് കളിക്കാൻ അവസരം കൊടുക്കത്തില്ല, അയൽപക്കത്ത് പോകാൻ അവസരം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും നല്ല ആരോഗ്യപരമായൊരു ഡെവലപ്മെൻറ്റ് കുട്ടിയിലുണ്ടാവില്ല. കുട്ടിയിലെ സോഷ്യൽ സ്കില്ലും എൻവയോൺമെൻറ്റൽ സ്കില്ലും ഒക്കെ ഉണ്ടാവണം, പരിസ്ഥിതിയുമായിട്ടൊക്കെ പരിചയപ്പെടുക. അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിനെയൊക്കെ വളർത്തുമ്പോൾ, ചെടികൾ വളർത്തുമ്പോൾ ഒക്കെ കുട്ടികൾ, അതുപോലെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ കുട്ടികളുമായിട്ട് പോവുക, സമപ്രായക്കാരുള്ള വീടുകളിലൊക്കെ കുട്ടികളുമായിട്ട് പോവുക. അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ പേരൻസ് നല്ല ഫ്രണ്ട്ഷിപ്പിലേക്ക് വരിക, കഴിയുന്നത്ര നല്ല ഫെലോഷിപ്പ് അസോസിയേഷൻസൊക്കെ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് പേരൻസിനുണ്ടെങ്കിൽ അത് കുട്ടികൾക്കും കുറേ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ കൊടുക്കും, ഒരു സംശയമില്ല. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു പ്രോസസ്ഡ് ഫുഡ് കുട്ടികൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്ത് കുട്ടികൾക്ക് കൊടുക്കണം, പ്രത്യേകിച്ച് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, ബാലൻസ്ഡ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ്, ഇത് പർപ്പസ്ഫുള്ളി നമ്മൾ ഉണ്ടാക്കി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡിന് വലിയ ക്വാളിറ്റി ഒന്നും നമുക്ക് അഷർ ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള സ്റ്റാൻഡർഡൈസേഷൻസ് ഒന്നും ഫുഡ് രംഗത്ത് അമിതമായി വന്നിട്ടില്ലാത്തത് കൊണ്ടും പിന്നെ പല കളവുകളും പറഞ്ഞാണ് പല ഫുഡുകളും വിൽക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് പേരൻസ് തന്നെ സെലക്ട് ചെയ്ത് ഫുഡൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ അമ്മ തന്നെ ഈ ജോലിയെല്ലാം ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന വീടുകളിൽ 2 പേരും ജോലി ചെയ്യുന്നവരാണെങ്കിൽ 2 പേരും ജോലി ചെയ്ത് കുട്ടികളുടെ ഫുഡിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അത് അപ്പനും ചെയ്യാവുന്ന കാര്യമാണ്, അമ്മയ്ക്കും ചെയ്യാവുന്ന കാര്യമാണ്. നല്ല ചെറിയ പ്രായത്തിലെ നല്ല ഫുഡും ടേസ്റ്റി ആയിട്ടും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ല പ്രസൻറ്റ് ചെയ്തൊക്കെ അവർക്ക് ഫുഡൊക്കെ കൊടുക്കാമെങ്കിൽ വീട്ടിലെ ഫുഡിനോടൊക്കെ അവർക്ക് നല്ല ആരോഗ്യപരമായ ഒരു സമീപനം ഉണ്ടാവുകയും ആ ടേസ്റ്റ് ബഡ്സൊക്കെ ചെറിയ പ്രായത്തിലെ നമ്മൾ എൻകറേജ് ചെയ്ത് ആ ടേസ്റ്റുകളൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ ഹോംലി ഫുഡൊക്കെ കുഞ്ഞുങ്ങൾ ധാരാളമായിട്ട് ഇഷ്ടപ്പെടുകയും അതിനോട് കൂടുതൽ അവർക്ക് താല്പര്യം വരികയൊക്കെ ചെയ്യും. ബാലൻസ്ഡ് ആൻഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ്, പ്രത്യേകിച്ച് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് കഴിച്ചിരിക്കണം. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ വീട്ടിലൊരു അച്ചടക്കമൊക്കെ ഉണ്ടായെങ്കിലേ സാധിക്കുകയുള്ളൂ. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് കുട്ടികൾ വീട്ടിലൊരു അച്ചടക്കവും ചിട്ടയും ക്രമവും ഒക്കെ ചെറിയ പ്രായത്തിലെ കുട്ടികൾ കണ്ടു വളരാമെങ്കിൽ അവർ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിരിക്കും, സിസ്റ്റമാറ്റിക് ആയിരിക്കും. അതിന് പേരൻസിന് ഇതൊക്കെ ഈ ക്വാളിറ്റീസൊക്കെ ഉണ്ടായിരിക്കണം. പേരൻറ്റിൻ്റെ ക്വാളിറ്റിയാണ് കുട്ടികളിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ വളരെ സിൻസിയറായിട്ട് ഇടപെടാമെങ്കിൽ കുഞ്ഞുങ്ങൾ വളരെ ഹാപ്പി ആൻഡ് ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻ്റ് ഉള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരികയും അവർക്കൊരു നല്ല ഫൗണ്ടേഷൻ ഉണ്ടാകുകയും ഭാവിയിൽ കുഞ്ഞുങ്ങളൊക്കെ ഭാവിയിൽ അടുത്ത സ്റ്റേജിൽ പ്രത്യേകിച്ച് ടീനേജിലേക്കൊക്കെ വരുമ്പോൾ അവർ വളരെ കംഫർട്ടബിളും ഹെൽത്തിയറും ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ് ഓൾ ഓഫ് യു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹാപ്പി പാരൻറ്റിങ്. താങ്ക് യു.